പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ചവറയിലെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. യേശുദേവന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധയിടങ്ങളിൽ വിശ്വാസികൾ കുരിശിന്റെ വഴിയും നടത്തി. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. ദേവാലയങ്ങളിൽ കഴിഞ്ഞ രാത്രിയും രാവിലെയുമായി പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടത്തി. ചവറ കോയിവിള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഫാദർ ഫ്രാൻസിസ് ജോർജ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന തൃപ്പേടകത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് കാരാഗൃഹത്തിലായിരിക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കുന്നു. ഇന്ന് വിശ്വാസികളൊക്കെയും തന്നെ ദുഃഖവെള്ളി വൈകിട്ട് 3 മണി ആകുന്നതുവരെയും എല്ലാ തിരുക്കർമ്മങ്ങളും ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഈ ആരാധന തുടരുന്നു. ശേഷം 3 മണിക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച തിരുസഭ ഓർക്കുക കർത്താവിൻ്റെ പീഡാസഹനവും മരണവുമാണ്. അത് നഗരി കാണിക്കലോടുകൂടി കുരിശിന്റെ വഴിയോടുകൂടി തിരുസഭ ആഘോഷിക്കുന്നു. ശേഷം കബറടക്കത്തോടുകൂടി ദുഃഖവെള്ളിയാഴ്ച എല്ലാം അവസാനിക്കുന്നു. വീണ്ടും ശനിയാഴ്ച വ്യാകുലയായ മാതാവിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുകയും വ്യാകുലയായ മാതാവിനോടൊപ്പം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന സഭയെയാണ് കണ്ടുമുട്ടുവാൻ സാധിക്കുക. അതിനുശേഷം ഉയർപ്പിൻ്റെ ഞായറായി പാതിരാ കുർബാനയോടുകൂടി ഉയർപ്പിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. രാത്രിയും പുലർച്ചെയുമായി നടന്ന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, ചവറ.